ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മീനാക്ഷി ആണെങ്കിൽ ആകെ ടെൻഷനാവുക കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ മീനാക്ഷിക്ക് മന്ത്രി ഓഫീസിൽ പോവേണ്ടതാണ്. കാര്യങ്ങളുടെ ഗൗരവം അവിടെ പോയി വിശദീകരിക്കേണ്ടതാണ്. അതിന് തയ്യാറാക്കി വച്ചിരുന്ന ഒരു പേപ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മന്ത്രിയുടെ മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടി. രാവിലെ പോകാൻ ഇറങ്ങുമ്പോൾ അലമാര തുറന്നത് അങ്ങോട്ട് നോക്കുക, ഇതൊന്നും കാണുന്നില്ല. മീനാക്ഷി ആകെ ടെൻഷനാട്ടോ. അലമാരയെല്ലാം വലിച്ചു വാരിയിടുകയാണ്. അങ്ങനെ മിത്ര ഓടി വരുന്നുണ്ട്. എന്താ ചേച്ചി, എന്താ പ്രശ്നമെന്ന്. അങ്ങനെ മീനാക്ഷി കരഞ്ഞുകൊണ്ട് പറയാം, മിത്രേ, ഇന്ന് എൻ്റെ സത്യാവസ്ഥ തെളിയിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ റെഡിയാക്കി വെച്ചാൽ ഒന്നും കാണുന്നില്ല. ആകാശിനെ തന്നെയാണ് രണ്ടുപേരും സംശയിക്കുന്നത് കേട്ടോ. ആകാശം ഉറപ്പായിട്ടും അത് മാറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉദയഭാനു ആകെ പേടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉദയഭാനു ശ്രീകലയും പറയുന്നുണ്ട്, എന്തായാലും ബാലൻ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനകം തന്നെ വിളിക്കുമായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലൻ അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്, എന്നെ ഇത്രയും കുടുംബത്തോട് മൊത്തത്തിൽ എൻ്റെ കുടുംബത്തെയും ചതിച്ചതല്ലേ, അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. എന്തായാലും സുഖവിവരങ്ങൾ അന്വേഷിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് വിളിക്കാം. കാരണം ആനന്ദ് വന്ന് പറഞ്ഞല്ലോ ശ്രീകലയുടെ കാലൊടിഞ്ഞ കാര്യം, ആ കാര്യവും ചോദിച്ചിട്ട് ഒരു പണി കൊടുക്കാം എന്നും പറയാട്ടോ. അങ്ങനെ ഉദയഭാനു ആ കോൾ എടുക്കാൻ മടിക്കുകയാണ്, പേടിച്ച് വിറയ്ക്കുന്നുണ്ട് കേട്ടോ. അവസാനം നിങ്ങൾ ഫോൺ എടുക്കുമെന്ന് പറയാം. അങ്ങനെ ഫോൺ എടുക്കുമ്പോൾ തന്നെ, ഉദയഭാനു സാറേ, എന്താ സുഖമാണോ? പിന്നെ ആനന്ദ് പറഞ്ഞിരുന്നു അവിടെ സ്ത്രീകളെ കാല് തന്നെ വീണെന്നോ കാലൊടിഞ്ഞു എന്നോ. അതെ അവൾ വീണു എന്നൊക്കെ പറഞ്ഞ് ഇയാൾ അങ്ങ് അഭിനയിച്ച് തകർക്കുക കേട്ടോ. അപ്പം തന്നെ ബാലന് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്, ഇതിലെന്തോ കള്ളത്തരമുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലെന്ന്. കാരണം വന്നപ്പോൾ തന്നെ ആനന്ദിൻ്റെ മുഖം നന്നായിട്ട് ശ്രദ്ധിച്ച ഒരാളെ അവിടെ ഉണ്ടായിരുന്നു, ബാലൻ മാത്രം. അങ്ങനെ അവിടെ നിന്നും കൊണ്ട് ടെൻഷൻ ആവുകയാണ് കേട്ടോ നമ്മളെ ഉദയഭാനു. അപ്പോൾ ഉദയഭാനുവിനോട് പെട്ടെന്ന് തന്നെ ബാലൻ പറയുന്നുണ്ട്, സാറേ, എനിക്ക് ഒരു 1.5 കോടി രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. സാർ വിചാരിച്ചാൽ എനിക്ക് കുറച്ച് കാശ് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് സാറിനോട് ഇങ്ങനെ ഒരു കടമായിട്ടൊക്കെ ചോദിക്കുന്നത്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് സാറിനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. എന്നാലും എനിക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരണമെന്ന് പറയുമ്പോൾ ഉദയഭാനു പെട്ടുപോയി കേട്ടോ. അല്ല, അത് ഇപ്പോൾ ബിസിനസ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കള്ളം പറയാം. അല്ല, സാറ് വിചാരിച്ചാൽ അതൊക്കെ നടക്കും, എനിക്ക് ഉറപ്പാണ്. കാരണം സാറിൻ്റെ കയ്യിൽ കാശും ഒരുപാട് ആൾക്കാരെ പിടിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വലിയൊരു തലവേദന ഉദയഭാനുവിൻ്റെ തലയെ കൊണ്ട് ഇട്ടെടുക്കട്ടോ. അങ്ങനെ ഉദയഭാനു ആണെങ്കിൽ പറയുന്നുണ്ട്, ശ്രീകലേ, പൊളിഞ്ഞടി എല്ലാം പോയി, ഇനി 1.5 കോടി രൂപ ഞങ്ങൾ ഉണ്ടാക്കണം. എന്താ മനുഷ്യ, ബാലൻ കുറച്ച് രൂപ കടം ചോദിച്ചിട്ടുണ്ട്, ഞാൻ വലിയ പത്രാസുകാരനാണെന്നൊക്കെ പറഞ്ഞിരിക്കുമല്ലേ, അപ്പോൾ പിന്നെ എനിക്കത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ 1.5 കോടിക്ക് ഇവർ എവിടെ പോകാൻ? അടുത്ത കള്ളങ്ങളായി. അങ്ങനെ ബാലൻ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോമതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബാലേട്ടാ, ഉദയഭാനു സാറിനെ പോലെ ഒരാൾ നമ്മളെ കുടുംബത്തിൽ വന്നു ചേർന്നത് വളരെ നല്ലതാണ്. അദ്ദേഹത്തെ നമ്മൾ സാറെന്ന് വിളിക്കുന്നുണ്ടെന്നും ഒരു തെറ്റുമില്ല എന്നൊക്കെ ഇങ്ങനെ പുകഴ്ത്തി അടിക്കുക കേട്ടോ. ബാലൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, അയാൾ വന്നത് മഹാഭാഗ്യമാണ്, എൻ്റെ തന്നെ ഭാഗ്യം, അയ്യാക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഡീറ്റെയിൽഡ് എപ്പിസോഡ് നാളെ വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്